ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഗോതമ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു വലിയ സവാള വേണം, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം എല്ലാം. പിന്നെ ഒരു പകുതി തക്കാളി, കുറച്ച് 2 പച്ചമുളക്, ഇത് ഇത്രയും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള കുറേ സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. തക്കാളിയും അതുപോലെ തന്നെ ഒരുപാടങ്ങ് കുക്കാക്കാതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് 2 കോഴിമുട്ടയും കൂടി ചേർക്കാം. ഇപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ഈ മസാല തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ സവാള കുറച്ചധികം എടുക്കേണ്ടി വരും. ഇപ്പോൾ 2 മുട്ടയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുട്ട വറുത്തെടുക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കുക. ആദ്യം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നീട് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ മുട്ടയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം, ഇതൊന്ന് തണുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഗോതമ്പൊടി കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ കുറച്ച് മൈദ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ടും ഗോതമ്പൊടിയിലാണ് ആക്കുന്നത്. ഇപ്പോൾ കുഴച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഉരുള എടുക്കുക. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പറ്റാവുന്നത്രയും നൈസായിട്ട് പരത്തിയെടുക്കുക. അതിന് ശേഷം ഈ മുട്ടയുടെ കൂട്ട് നമുക്ക് നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് 4 സൈഡിൽ നിന്ന് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ മാവ് പരത്തുന്ന സമയത്ത് കുറച്ച് നൈസായിട്ട് പരത്തിയാൽ നല്ലതായിരിക്കും. അപ്പോൾ മാവൊക്കെ നല്ലപോലെ തന്നെ വെന്ത് കിട്ടും. ഒരുപാട് കട്ടിയിലാകുമ്പോൾ അകത്തൊന്നും വേവാത്ത പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ച് പറ്റാവുന്നത്രയും നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഫില്ലിങ് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിൽ റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ അതേ പാനിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. ഇതിന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് മൊരിച്ചെടുത്താൽ മതി. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 2 സൈഡും നന്നായിട്ട് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ നല്ലപോലെ കനം കുറച്ച് നമ്മൾ പരത്തിയ കാരണം തന്നെ അകത്തൊക്കെ നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയുള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ സ്നാക്കായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. നമുക്കിത് 2 എണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് പച്ചക്കറികൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്